ജൂൺ 14 രാത്രി 9:30-ക്കാണ് ബ്രിട്ടന്റെ യുദ്ധവിമാനം F-35B തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത്. 15 ദിവസം പിന്നിടുന്നു ഈ വിമാനത്താവളത്തിൽ യുദ്ധവിമാനം ഇറക്കിയിട്ട്. പക്ഷേ ഇതുവരെ വിമാനത്തിൻ്റെ മടങ്ങിപ്പോക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ആ അനിശ്ചിതത്വം ഇങ്ങനെ നീളുകയാണ്. 932 കോടി രൂപ വിലയുള്ള അതാണ് ബ്രിട്ടീഷ് റോയൽ നേവിയുടെ F-35B എന്ന യുദ്ധവിമാനം. 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ബേയിലാണ് ഇപ്പോൾ ഈ വിമാനമുള്ളത്. ബ്രിട്ടൻ്റെ ഔദ്യോഗികമായുള്ള അറിയിപ്പ് വന്നിരിക്കുന്നു. ഈ യുദ്ധവിമാനം ബേയിൽ നിന്ന് മാറ്റും, ഹാങ്ങർ യൂണിറ്റിലേക്ക്, എയർ ഇന്ത്യയുടെ ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിലാണ്. കടലിന് 100 നോട്ടിക്കൽ മൈൽ അകലെ നിന്നാണ് ഈ വിമാനം ബ്രിട്ടൻ്റെ തന്നെ പടക്കപ്പലിൽ നിന്ന് പറന്നു പൊങ്ങിയത്. ഇവിടെ ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇറക്കിയത്. പക്ഷേ ഇവിടെ ഇറക്കി ഇന്ധനം നിറച്ച ശേഷം മടങ്ങിപ്പോകാൻ ഒരുങ്ങുമ്പോൾ ഹൈഡ്രോളിക് തകരാറ് കണ്ടെത്തുന്നു. അങ്ങനെ ഈ ഹൈഡ്രോളിക് തകരാറ് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പിന്നീടുള്ള ശ്രമം. പക്ഷേ പടക്കപ്പലിൽ നിന്ന് ഇവിടെ എത്തിയ സാങ്കേതിക വിദഗ്ധർക്ക് അതിനുള്ള പരിജ്ഞാനം പോരായിരുന്നു, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ മതിയായില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടനിൽ നിന്ന് സാങ്കേതിക വിദഗ്ധർ ഇവിടെ എത്തി F-35Bയുടെ അറ്റകുറ്റപ്പണി നടത്തിയാൽ മാത്രമേ ഇതിൻ്റെ മടങ്ങിപ്പോക്ക് സാധ്യമാകൂ. വളരെ സുരക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഈ വിമാനമുള്ളത്. CISF-ൻ്റെ ഉണ്ട്, ഒപ്പം തന്നെ ബ്രിട്ടീഷ് നേവിയുടെ ഉദ്യോഗസ്ഥരും ഇവിടെ തന്നെ നിരീക്ഷണത്തിലാണ്. എന്തായാലും ഏറ്റവും പ്രധാനം, 2 ആഴ്ച പിന്നിടുമ്പോഴും ലോകത്തെ ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനം F-35B ഇപ്പോഴും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തന്നെ തുടരുകയാണ്. ഈ ആഴ്ച അതിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി വിദഗ്ധർ എത്തുമെന്ന പ്രതീക്ഷയിലാണ് വിമാനത്താവള അധികൃതരും.